ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരീസ് കിച്ചൻ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാളികേരം വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ബീഫ് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പുപൊടി, 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മഞ്ഞളും ഉപ്പൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചു കിട്ടും. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. ഒരു 6 വിസിലോളം വരുന്നവരെ നന്നായിട്ട് അടിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് 2 നേന്ത്രക്കായാണ് നമുക്ക് ബീഫിലേക്ക് ഇട്ട് വയ്ക്കാനുള്ളത്. 2 നേന്ത്രക്കായുടെ 2 വശം കട്ട് ചെയ്തതിന് ശേഷം നെടുകെ കീറിയിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ചെറിയ ഒരു മീഡിയം സൈസിൽ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 കായും കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വേവിച്ചെടുക്കാം. ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് നാളികേരം വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായതിന് ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം അരമുറി നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് വേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഒരു പച്ചമണക്ക് മാറി കഴിഞ്ഞാൽ ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അതിനുശേഷം 2-3 പീസ് സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് വഴറ്റി എടുക്കാം. സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എരിവിനായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊരു ബ്രൗൺ നിറമാവുന്നവരെ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് കളറൊക്കെ ഈ രീതിയിൽ വരുന്നവരെ ആക്കിയെടുക്കാം. അത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് വെള്ളം കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2 പീസ് ഇഞ്ചി ചതച്ചെടുക്കുക. അതുപോലെ തന്നെ 20 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴച്ച് വരുമ്പോൾ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും. ഇനി ഒരു 5 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് വേപ്പില ഉരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 2 സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 തക്കാളിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം വേവിച്ചാൽ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് അലിഞ്ഞ് കിട്ടിക്കോളും. ഇതിന് ശേഷം നമുക്ക് നേന്ത്രക്കായ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ബീഫ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നത് വെള്ളം കൂടാതെ
കൂടുതൽ ചേർക്കാതെ അരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബീഫ് വേവിച്ചതിൽ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാലാണ് അരപ്പിലധികം വെള്ളം വേണ്ടെന്ന് പറഞ്ഞത്. ഇതിലേക്ക് വേറെ മസാലക്കൂട്ടൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് 4 ടീസ്പൂൺ പെരിഞ്ജീരകം എടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാം. ഇനി കറിയിലേക്ക് ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.